എന്ത് സംശയം എനിക്ക്? മൂന്നാം തവണയും LDF സർക്കാർ തന്നെ. അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നു. LDF ജയിക്കും, യാതൊരു സംശയമില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു പോരായ്മ CPM ഉണ്ടെന്ന് കരുതുന്നവരാണ്. ബോധപൂർവം തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വ്യത്യാസം. അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതും പ്രശ്നമുണ്ടെന്ന് പറയുന്നതും ഒരേപോലെയല്ല. പ്രശ്നമുണ്ട്. അല്ല, കാന്തപുരത്തിൻ്റെ പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ വിശ്വാസം, നമ്മുടെ വിശ്വാസം അതല്ല. സ്ത്രീ പുരുഷ സമത്വത്തിലാണ്. ഏതായാലും കാന്തപുരത്തോട് നമുക്കൊരു ബഹുമാനമുണ്ട്. മുസ്ലിം മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറയാത്തവരാണ്. ജമാഅത്ത് ഇസ്ലാമി പോലെയല്ല. അതല്ലേ ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പോണേ. സ്ത്രീക്ക് തുല്യം വേണം. ഞാനിപ്പോൾ പറഞ്ഞതെന്താ, ഞങ്ങളുടെ പാർട്ടിയിലും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പറച്ചിൽ മാത്രമല്ല, ചെയ്യുന്നതിലും. ഉന്നയിച്ച വിമർശനം ശരിയാണ്. CPM-ൽ സ്ത്രീ പ്രാതിനിധ്യം അങ്ങനെ പറഞ്ഞിട്ട് ഇനി ഹെഡ്ലൈൻ കൊടുക്കും. ഞാൻ പറഞ്ഞത് ഈ പ്രശ്നം, ജെൻഡർ പ്രശ്നം ഒരു മതത്തിൽ മാത്രമല്ല, സർവ്വതലങ്ങളിലും ഉണ്ട്. സ്ത്രീക്ക് 2ാം സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ഞങ്ങളിലും അങ്ങനെയുള്ള സ്വാധീനങ്ങളുണ്ട്. അതിനെതിരായിട്ട് ജാഗ്രത പുലർത്തണം, തിരുത്തണമെന്നാണ് ഞങ്ങളുടെ പാർട്ടി പറയണത്. ചിലർ തിരുത്താനില്ലെന്നും പറയും. അത് രണ്ടിനും രണ്ടാണ്. മതവിധി പറയേണ്ടത് മതപണ്ഡിതരാണ്, മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളാണ് പണ്ഡിതർ പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങളെല്ലാം അങ്ങനെയല്ലല്ലോ പറയണേ. അപ്പോൾ അവർ തമ്മിൽ തർക്കിച്ചോളും. ഞങ്ങൾ മതനിരപേക്ഷ നിലപാടിൽ നിൽക്കുന്നവരാ. സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള സ്ഥാനം ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതായാലും നല്ലൊരു സന്ദർഭമാണ് നമുക്ക് നിർത്താനായിട്ട്. വരും. ഇതെന്താ ആർക്കും നിരോധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അത്ഭുതകരമായ കാര്യം, കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത വണ്ണം ബ്രാഞ്ച് സെക്രട്ടറിമാരും സ്ത്രീകളായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇല്ല, ഇനിയും വർദ്ധിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം എന്താ? ഇതിങ്ങനെയല്ല വേണ്ടത്, ഇതിന് മാറ്റം വേണം എന്ന് പറയും. എന്നാൽ അങ്ങനെ ആ മാറ്റം വന്നിട്ടുണ്ടോ? എല്ലാ മാറ്റവും വന്നിട്ടെന്ന് പറയില്ല, അവകാശപ്പെടില്ല. ഞങ്ങൾ നിരന്തരം സ്വയം പ്രശ്നം നടത്തുന്നതാണ്. ഇത് മാറുന്നില്ല. തുല്യമായിട്ടുള്ള സ്ഥാനം വരണം. താങ്ക് യു. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം വരുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. എന്താ മദ്യവർദ്ധനത്തിന് പരസ്യം കൊടുത്തിട്ടായിരുന്നു ആദ്യം അധികാരത്തിൽ വന്നത്. അതിനുശേഷം വീണ്ടും മദ്യനയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, കൂടുതൽ മദ്യപാനത്തിലേക്ക് പോകുന്നതാണ് വിമർശനം. മദ്യപഭോഗത്തിൻ്റെ കണക്കൊക്കെ ഉണ്ടല്ലോ ഒന്ന്. കേരളത്തിൽ മദ്യപഭോഗം ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് കുറഞ്ഞതായിട്ടല്ലേ മുഴുവൻ കണക്ക്? പിന്നെ എങ്ങനെ മദ്യം കൂടുതൽ കൊടുത്തിട്ടാണെന്ന് പറയുന്നത്? ഇതിലെന്നെ ഒന്ന്, ബ്രൂവറി സംസ്ഥാനത്ത് തുറന്നില്ലെങ്കിലും പുറത്തുനിന്ന് മേടിക്കല്ലേ? അത് സംസ്ഥാനത്ത് ഉണ്ടായാലും അത്രയും ജോലിയോ സംസ്ഥാനത്ത് ഉണ്ടാവില്ലേ ചെയ്യണേ? എന്നത്തെ കുഴപ്പമുള്ളത്? അത് ശരി, അവിടെ ഉണ്ടാക്കി ഇവിടെ മേടിച്ചോണം. അപ്പം മദ്യപാനം കുറയുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? അപ്പം അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുക. അതൊന്നും കുറയും. ആരൊക്കെയാണ് കർണാടകത്തിലെ ഡിസ്റ്റിലറികളുടെ സംഘാതിമാരെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആരെയാണ് അവർ ഫണ്ട് ചെയ്യുന്നതെന്ന് അറിയാം. കേരളത്തിൽ വരുന്ന ഫണ്ട് കൊടുക്കുന്നതെന്നൊക്കെ അറിയാം. ഇതൊക്കെ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം.